PSC ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളെ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഡെയിലി വീഡിയോസ് ചെയ്യുന്നുണ്ട്. 100% സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് PSC ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഏകദേശം 67ഓളം വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കാവുന്നതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. അവിടെ കോൾ അല്ല ചെയ്യേണ്ടത്, വാട്സ്ആപ്പ് മെസ്സേജ് ആണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പൊതുവിജ്ഞാനം എടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ഭരണ സംവിധാനം നോക്കി ജീവശാസ്ത്രം പൊതുജനാരോഗ്യം കംപ്ലീറ്റ് ആക്കി. ഇപ്പൊ നമ്മൾ ഭൗതിക ശാസ്ത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക്കും സെക്കൻഡ് ടോപ്പിക്കും നോക്കി തേർഡ് ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശബ്ദത്തിന്റെ വിവിധ തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങൾ, പ്രകാശത്തിന്റെ പ്രവേഗം, അനുരണനം, ആവർത്തന പ്രതിപതനം എന്ന് പറയുന്ന 4ാമത്തെ ശബ്ദം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ പഠിച്ചു പോകാം. അപ്പൊ നമുക്ക് നോക്കാം. ശബ്ദത്തിന്റെ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ശബ്ദത്തിന്റെ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡെസിബൽ ആണ് കേട്ടോ. ഡെസിബൽ ആണ് ശബ്ദത്തിന്റെ തീവ്രതയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അലക്സാണ്ടർ ഹോംബെൽ ആണ് ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ശബ്ദത്തിന്റെ ഉച്ചതയ്ക്ക് ഡെസിബൽ എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. അലക്സാണ്ടർ ഹോംബെലിനോടുള്ള സ്മരണാർത്ഥം ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ശബ്ദത്തിന്റെ ഉച്ചതയ്ക്ക് ഡെസിബൽ എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ബെല്ലിന്റെ ഏറ്റവും ചെറിയ അളവാണ് ഏത്? ഡെസിബൽ എന്ന് പറയുന്നത്. ഉച്ചത എന്നത് ശബ്ദം ഒരാളിൽ ഉണ്ടാകുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ്. അപ്പൊ ഉച്ചത എന്ന് പറഞ്ഞാൽ ഒരാളിൽ ശബ്ദം ഉണ്ടാകുന്ന കേൾവി അനുഭവത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ഉച്ചത എന്ന് വിളിക്കുന്നത്. കപനം ആയതിയും ചെവിയുടെ ഗ്രണതയും ആണ് ഉച്ചത ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങൾ. കപനം ആയതി കൂടുമ്പോൾ ഉച്ചത എന്ത് സംഭവിക്കുന്നു? കപനവും ആയതിയും കൂടി കഴിഞ്ഞാൽ ഉച്ചതയിൽ എന്ത് സംഭവിക്കുന്നു? ഉച്ചത കൂടുന്നു. അതുപോലെ തന്നെ ആയതി കുറയുമ്പോൾ ഉച്ചത എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് കേട്ടോ. ഇത് പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാ? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണെന്ന് ഓർക്കുക. ശബ്ദമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞതാ ഡെസിബൽ ആണ് കേട്ടോ. ശബ്ദമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ്. ശബ്ദമലിനീകരണ സൂചിക അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന ശബ്ദ പരിധി എന്ന് പറഞ്ഞത് 50 ഡെസിബൽ ആണ്. അപ്പോൾ ശബ്ദമലിനീകരണ സൂചിക അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന ശബ്ദപരിധി എത്രയാ? 50 ഡെസിബൽ ആണെന്ന് ഓർക്കുക. അപ്പൊ അലക്സാണ്ടർ ഹോംബെൽ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ശബ്ദത്തിന്റെ ഉച്ചതയ്ക്ക് ഡെസിബൽ എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ബെല്ലിന്റെ ചെറിയ അളവ് എന്ന് പറഞ്ഞ എന്താണ്? അത് ഡെസിബൽ ആണ്. ഉച്ചത എന്നത് ശബ്ദം ഉണ്ടാക്കുന്ന കേൾവിയുടെ അളവാണെന്ന് കൂടി ഓർക്കുക. അതുപോലെ തന്നെ മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ശബ്ദമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഏത്? ഡെസിബൽ എന്ന് പറയുന്നത്. ശബ്ദമലിനീകരണ സൂചിക അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന ശബ്ദപരിധി എന്ന് പറഞ്ഞ എത്രയാ? 50 ഡെസിബൽ ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കപനങ്ങളുടെ എണ്ണമാണ് എന്ത്? ആവർത്തി എന്ന് പറയുന്നത്. അപ്പൊ ആവർത്തി എന്ന് പറഞ്ഞ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കപനങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി എന്ന് വിളിക്കുന്നത്. അപ്പൊ ആവർത്തിയുടെ ഇക്വേഷൻ എന്താ? കപനങ്ങളുടെ എണ്ണം ഡിവൈഡ് ബൈ സമയമാണ്. അപ്പൊ കപനങ്ങളുടെ എണ്ണം ഡിവൈഡ് ബൈ സമയമാണ് ആവർത്തി എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ ആവർത്തിയുടെ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ ഹെഡ്സ് ആണ് കേട്ടോ. ശബ്ദത്തിന്റെ ആവർത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഹെഡ്സ് ആണെന്ന് ഓർക്കുക കേട്ടോ. അപ്പോ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കപനങ്ങളുടെ എണ്ണമാണ് ആവർത്തി. ആവർത്തി കാണാനുള്ള സമവാക്യം എന്താ? കപനങ്ങളുടെ എണ്ണം ഡിവൈഡ് ബൈ ടൈം ആണ്. ശബ്ദത്തിന്റെ ആവർത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാ? ഓഡിയോ മീറ്ററും ഡെസിബൽ മീറ്ററുമാണ്. എന്തൊക്കെയാണ്? ശബ്ദത്തിന്റെ ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഒന്ന് ഓഡിയോ മീറ്ററും മറ്റൊന്ന് ഡെസിബൽ മീറ്ററുമാണെന്ന് ഓർക്കുക. ആവർത്തി കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? ശബ്ദം കൂടുന്നു. ആവർത്തി കൂടുന്ന ശബ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? ശബ്ദം കൂടുന്നു. സംഗീതത്തിലെ സപ്തസ്വരങ്ങളും ആവർത്തിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സപ്തസ്വരങ്ങളിൽ ആവർത്തി ഏറ്റവും കൂടിയ സ്വരം എന്ന് പറയുന്നത് നീ ആണ് കേട്ടോ. അപ്പൊ സംഗീതത്തിൽ സപ്തസ്വരങ്ങളും ആവർത്തിയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതിൽ സപ്തസ്വരങ്ങളിൽ ആവർത്തി ഏറ്റവും കൂടിയ സ്വരം എന്ന് പറയുന്നത് ഏതാ? നീ ആണ്.
ഇനി ഒരു ശബ്ദ തരംഗം വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ശബ്ദത്തിന്റെ വേഗത വർദ്ധിക്കുന്നു. അതായത് ശബ്ദത്തിന്റെ തരംഗ ദൈർഘ്യത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു. എന്ത് വ്യത്യാസം ഉണ്ടാകുന്നു? തരംഗ ദൈർഘ്യം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശബ്ദം തരംഗ വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ശബ്ദ വേഗത വർദ്ധിക്കുന്നു, ശബ്ദത്തിന്റെ തരംഗ ദൈർഘ്യത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു. ശബ്ദ തരംഗം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ചില തരംഗങ്ങൾക്ക് പ്രതിഫലനം സംഭവിക്കുകയും എന്നാൽ ചില തരംഗങ്ങൾ അവയിലൂടെ കടന്നു പോകുകയും ചെയ്യുന്നു എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ ശബ്ദ തരംഗം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ചില തരംഗങ്ങൾക്ക് പ്രതിഫലനം സംഭവിക്കുകയും എന്നാൽ ചില തരംഗം അവയുടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ കടന്നു പോകുന്ന ശബ്ദ തരംഗത്തിന്റെ തീവ്രത യഥാർത്ഥ ശബ്ദത്തെക്കാൾ കുറവായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ശബ്ദ തരംഗത്തിന്റെ തീവ്രത യഥാർത്ഥ ശബ്ദത്തെക്കാൾ എന്ത് സംഭവിക്കുന്നു? കുറവായിരിക്കും. ശബ്ദത്തിന്റെ ആവർത്തി ശബ്ദ സ്രോതസ്സുകളെ ആശ്രയിച്ചിരിക്കും. ശബ്ദത്തിന്റെ ആവർത്തി എന്ത് ചെയ്യുന്നുണ്ട്? ശബ്ദ സ്രോതസ്സുകളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് ഓർക്കുക. ശബ്ദ തരംഗം വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ശബ്ദ സ്രോതസ്സുകൾക്ക് മാറ്റമില്ലാത്തതിനാൽ ആവർത്തിക്ക് വ്യത്യാസം അനുഭവപ്പെടുന്നില്ല. ശബ്ദ തരംഗം വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ശബ്ദ സ്രോതസ്സുകൾക്ക് മാറ്റമില്ലാത്തതിനാൽ ആവർത്തിക്ക് വ്യത്യാസം അനുഭവപ്പെടുന്നില്ല എന്നുകൂടി ഓർക്കുക. ശബ്ദത്തിന്റെ ഏറ്റവും കൂടുതലുള്ള മാധ്യമം, ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ എവിടെയാ? ഖരത്തിലാണ് കേട്ടോ. ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതലുള്ളത് ഖരത്തിലാണ്. ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വാതകമാണ്. വാതകത്തിൽ എങ്ങനെയാ? വളരെ കുറവായിരിക്കും. വ്യത്യസ്ത മാധ്യമങ്ങളുടെ ശബ്ദത്തിന്റെ വേഗത എങ്ങനെയാ? ഏറ്റവും കുറവ് വാതകത്തിലാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറവ് എവിടെയാ? ദ്രാവകത്തിലാണ്. ഏറ്റവും കൂടുതൽ എവിടെയാ? ഖരത്തിലാണ്. അപ്പൊ ഖരത്തിൽ ഏറ്റവും കൂടുതൽ, ഖരം കഴിഞ്ഞ ദ്രാവകത്തിലായിരിക്കും കൂടുതൽ, ഏറ്റവും കുറവ് വാതകത്തിലുമാണെന്ന് ഓർത്തിരിക്കുക. വായുവിലൂടെയും ശബ്ദ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. വായുവിലൂടെ ശബ്ദ വേഗതയെ ഏതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്? ആർദ്രത, സാന്ദ്രത, താപനില, കാറ്റ് എന്നിവയൊക്കെ എന്താണ്? സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ വായുവിലൂടെയും ശബ്ദ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞ ഏതൊക്കെയാ? ആർദ്രത, സാന്ദ്രത, താപനില, കാറ്റ്. ചൂട് കൂടിയ സമയങ്ങളിൽ വായുവിന്റെ സാന്ദ്രത കുറവായതിനാൽ ശബ്ദത്തിന്റെ വേഗത എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. ചൂട് കൂടിയ സമയങ്ങളിൽ വായുവിന്റെ സാന്ദ്രത കുറവായതിനാൽ ശബ്ദ വേഗതയിൽ എന്ത് സംഭവിക്കുന്നു? ശബ്ദ വേഗത കുറയുന്നു. ശബ്ദ വേഗത കൂടുന്നു കേട്ടോ. 20 ഹെർട്സിൽ കുറവ് ആവർത്തിയുള്ള ശബ്ദ തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 20 ഹെർട്സിൽ കുറവ് ആവർത്തിയുള്ള ശബ്ദങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. 20 ഹെർട്സിന് മുകളിലുള്ള ആവർത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് തരംഗങ്ങൾ എന്നും വിളിക്കുന്നു. അപ്പൊ 20 ഹെർട്സിന് കുറവാണ് ആവർത്തിയെങ്കിൽ ഇൻഫ്രാസോണിക് എന്നും 20 ഹെർട്സിന് മുകളിൽ ആവർത്തിയാണെങ്കിൽ അൾട്രാസോണിക് തരംഗങ്ങളും എന്നാണ് വിളിക്കുന്നത്. ആന, തിമിംഗലം, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ എങ്ങനത്തെയാണ്? അത് ഇൻഫ്രാസോണിക് ആണ്. ആന, തിമിംഗലം, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ ഏതാ? ഇൻഫ്രാസോണിക് ആണ്. എന്താണ് ഇൻഫ്രാസോണിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 20 ഹെർട്സില് കുറവ് ആവർത്തിയുള്ള ശബ്ദങ്ങളെയാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. അൾട്രാസോണിക് എന്താ? 20 ഹെർട്സിന് മുകളിൽ ആവർത്തി വരുന്നത്. അപ്പൊ ഇൻഫ്രാസോണിക് എന്താ? ആന, തിമിംഗലം, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ ഇൻഫ്രാസോണിക് ആണെന്ന് ഓർക്കുക. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയിൽ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക്. അപ്പൊ ഭൂകമ്പം, അഗ്നിപർവ്വതം, സ്ഫോടനം എന്നിവയിൽ ഉണ്ടാക്കുന്ന പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇൻഫ്രാസോണിക് എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? ഇൻഫ്രാസോണിക് എന്ന് വിളിക്കുന്നു. ഇരയുടെ സാന്നിധ്യം അറിയുന്നതിന് തടസ്സങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കുന്നതിനും വവ്വാൽ, ഡോൾഫിൻ തുടങ്ങിയ ജീവികൾ പ്രയോജനപ്പെടുന്ന ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക്. അപ്പൊ ഇരയുടെ സാന്നിധ്യം അറിയുന്നതിനും തടസ്സങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കുന്നതിനും വവ്വാല്, ഡോൾഫിൻ മുതലായ ജീവികൾ പ്രയോജനപ്പെടുന്ന ശബ്ദ തരംഗങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഒരു 20 ഹെർട്സിൽ കുറവ് ആവർത്തിയുള്ള ശബ്ദ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളും 20 ഹെർട്സിന് മുകളിലുള്ള ആവർത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് തരംഗങ്ങൾ എന്നും അറിയപ്പെടുന്നു. അൾട്രാസോണിക് തരംഗങ്ങൾ പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാ? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇത് പ്രയോജനപ്പെടുത്തുക? അൾട്രാസോണിക് ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്നു. മൂത്രാശയ കല്ല് പൊടിച്ചു നീക്കം ചെയ്യുന്നതിനും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഒക്കെ എന്താണ്? അൾട്രാസോണിക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഫോട്ടോഗ്രാഫിയിലും ഫിലിം നിർമ്മിക്കാൻ ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിനും മൂത്രക്കല്ല് പൊടിച്ചു നീക്കം ചെയ്യുന്നതിനും രോഗനിർണയത്തിനും ഇതൊക്കെ ചികിത്സയ്ക്കും ഒക്കെ എന്താണ്? അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് സോണാറിനെ കുറിച്ച് നോക്കാം കേട്ടോ. സോണാറിന്റെ പൂർണ്ണ രൂപം എന്താ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്താണ് സോണാറിന്റെ പൂർണ്ണ രൂപം? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സമുദ്രത്തിന്റെ ആഴം
മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാനും കടലിന്റെ അടിത്തട്ടിന്റെ ചിത്രങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? സോണാർ എന്ന് പറയുന്നത്. അപ്പൊ സമുദ്രത്തിന്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാനും കടലിന്റെ അടിത്തട്ടിലെ ചിത്രങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. സോണാർ സംവിധാനം ഉപയോഗിക്കുന്ന രംഗം ഏതാ? കപ്പൽ ഗതാഗതത്തിലാണിത് ഉപയോഗിക്കുന്നത്. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം അൾട്രാസോണിക് ശബ്ദമാണ്. ഏതാണ്? അൾട്രാസോണിക് ശബ്ദമാണ് എന്തിനകത്ത് ഉപയോഗിക്കുന്നത്? സോണാറിൽ ഉപയോഗിക്കുന്നത്. സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത എക്കോ ലൊക്കേഷൻ ആണ്. ഏതാണ്? എക്കോ ലൊക്കേഷൻ ആണ്. അപ്പൊ സോണാറിന്റെ പൂർണ്ണ രൂപം എന്താ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, സമുദ്രത്തിന്റെ ആഴവും മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവയൊക്കെ നിർണ്ണയിക്കാനായിട്ട് അതെന്ത് ചെയ്യുന്നു? കപ്പലിൽ നിന്ന് ഇത് ഉപയോഗിച്ചിട്ട് സോണാർ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ടായിരുന്നു. അപ്പൊ വസ്തു ഇവിടെ ഉണ്ടെങ്കിൽ കടലിന്റെ അടിത്തട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയാണ് തുളയ്ക്കുന്നത് നമുക്ക് സമുദ്രത്തിന്റെ ആഴമായാലും ചിലപ്പോൾ മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാനൊക്കെ ഈ ഒരു സോണാർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോണാർ സംവിധാനം ഉപയോഗിക്കുന്ന ഗതാഗത മാർഗം കപ്പൽ ഗതാഗതമാണ്. സോണാർ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം അൾട്രാസോണിക് ശബ്ദമാണ്. സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത ഏതാ? എക്കോ ലൊക്കേഷൻ ആണ് ട്ടോ. ഇനി ശബ്ദത്തിന്റെ സവിശേഷത കുറഞ്ഞ വേഗതയെ സൂചിക്കുന്നത് സബ്സോണിക് എന്നാണ്. ശബ്ദത്തിന്റെ വേഗതയെ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക് എന്നും ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കൂടിയ വേഗത അതിനെ സൂപ്പർ സോണിക് എന്നും വിളിക്കുന്നു. അപ്പൊ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയാണെങ്കിലാണ് സബ്സോണിക് എന്ന് വിളിക്കുന്നത്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കൂടിയ വേഗതയാണെങ്കിൽ അതിനെന്ന് വിളിക്കുന്നു? സൂപ്പർ സോണിക് എന്നും വിളിക്കുന്നു. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 5 ഇരട്ടി കൂടിയ വേഗതയാണെങ്കിൽ ഹൈപ്പർ സോണിക് എന്ന് വിളിക്കുന്നു. അപ്പോ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയാണെങ്കിൽ സബ്സോണിക് ആണ്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കൂടിയ വേഗതയാണെങ്കിൽ സൂപ്പർ സോണിക് ആണ്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 5 ഇരട്ടി കൂടിയ വേഗതയാണെങ്കിൽ ഹൈപ്പർ സോണിക് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇനി നമുക്ക് അനുപ്രസ്ഥ തരംഗത്തെക്കുറിച്ചും അനുദൈർഘ്യ തരംഗത്തെക്കുറിച്ചും നോക്കാട്ടോ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രക്ഷേപണ ദിശയ്ക്ക് ലംബമായി കപനം ചെയ്യുന്ന തരംഗങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രക്ഷേപണ ദിശയ്ക്ക് ലംബമായിട്ട് കപനം ചെയ്യുന്നവ അനുപ്രസ്ഥ തരംഗങ്ങളാണ്. മാധ്യമത്തിലെ ശൃംഗങ്ങളിൽ ഗർത്തങ്ങളും സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ പ്രകാശമാണ്. മാധ്യമത്തിലെ ശൃംഗങ്ങളും ഗർത്തങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അത് ഇതുപോലെ ശൃംഗങ്ങളും ഗർത്തങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഇത്തരത്തിലുള്ള അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന്. പ്രകാശമാണ് ഇതിന് അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമായിട്ട് വരിക. ഇനി നമുക്ക് അനുദൈർഘ്യ തരംഗത്തെ കുറിച്ച് നോക്കാം കേട്ടോ. അപ്പോ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രക്ഷേപണ ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് കപനം ചെയ്യുന്ന തരംഗങ്ങളെയാണ് എന്ന് വിളിക്കുന്നത്. മറ്റത് ലംബമായിട്ടാണ് കപനം നമ്മുടെ അനുപ്രസ്ഥ തരംഗങ്ങള് ലംബമായിട്ടാണ് കപനം ചെയ്യുന്നതെങ്കിൽ അനുദൈർഘ്യ തരംഗങ്ങൾ സമാന്തരമായിട്ടാണ് കപനം ചെയ്യുന്നത് ഓർക്കുക കേട്ടോ. മാധ്യമത്തിലെ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അനുദൈർഘ്യ തരംഗ ഉദാഹരണം ഏതാ? ശബ്ദമാണ്. അപ്പൊ ഓർക്കുക, അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം പ്രകാശവും അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണം ഏതാണ്? ശബ്ദവുമാണ്. ഇനി നമുക്ക് ഈ ഒരു ശബ്ദം എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. മനുഷ്യന്റെ ശ്രവണ പരിധി നമ്മൾ നോക്കിയിരുന്നല്ലേ? ഏതാണ് മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്? 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണെന്ന് ഓർക്കുക അല്ല. അപ്പൊ അതേതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 10th ലെവലിൽ ചോദിച്ച ചോദ്യമാണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവർത്തിയുടെ താഴ്ന്ന പരിധി എത്രയാ? 20 ഹെഡ്സ് ആണ് അല്ലെ. ഗാദി ബോർഡ് LDC പ്രിലിം സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാ? നമ്മൾ പഠിച്ചില്ലേ? ഏതാ? ഡെസിബൽ ആണ്. ഡെസിബൽ. ഓപ്ഷൻ ഡി യൂണിവേഴ്സിറ്റി LGC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം, ശബ്ദത്തിന്റെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നല്ലേ? ഖരവസ്തുക്കളാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുക. പിന്നെ ദ്രാവകത്തില് ഏറ്റവും അവസാനം ഏറ്റവും വേഗത കുറഞ്ഞത് എവിടെയാ? വായുവിലാണ് നമ്മൾ പഠിച്ചിരുന്നു. ഇനി ശബ്ദ തരംഗത്തിന്റെ പ്രത്യേകത താഴെ പറയുന്നവയിൽ ഏതാണ് ശബ്ദത്തിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? നോക്കിക്കേ, അനുദൈർഘ്യ തരംഗമാണ്. ശരിയാണോ? ശരി തന്നെയാണ്. രണ്ടെന്താ? സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. മാധ്യമം ആവശ്യമല്ലേ? ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. 4 എന്താണ്? അനുപ്രസ്ഥ തരംഗമാണ്. അനുപ്രസ്ഥ തരംഗമാണോ? തെറ്റാണ്. പ്രകാശത്തെക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. ശരിയാണോ? ശരി തന്നെയാണ്. അപ്പൊ 1, 3, 4 അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൽ ചോദിച്ച ചോദ്യമായിരുന്നു. 20 ഹെഡ്സിൽ താഴെ ആവർത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെഡ്സിൽ കൂടുതലുള്ള ആവർത്തി ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകൾ ശരിയായി തെരഞ്ഞെടുക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള വരുന്നത്? ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. ശരിയാണോ? ശരിയാണ്. വവ്വാലുകൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കുന്നു കേൾക്കാനും സാധിക്കും. ശരിയാണോ? ശരിയാണ്. സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. ശരിയാണോ? തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉം ശരിയായത് കൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 10th ലെവൽ ചോദിച്ചുള്ള ചോദ്യമായിരുന്നു കേട്ടോ.
അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശബ്ദത്തെക്കുറിച്ചും ശബ്ദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം. അപ്പൊ ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അതിനകത്ത് SCRTയും പ്രീവിയസ് ഇയർ സെറ്റും അതുപോലെ പൊതുവിജ്ഞാനം, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഭരണം, ഭരണ സംവിധാനം അങ്ങനെ എല്ലാം കൃത്യമായിട്ട് 11 സെറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആർക്കും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.